നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കൽസ് ഫിസിക്സ്. നിങ്ങൾക്കറിയാം, ഗ്രാഫുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും ആ ഭാഗത്തോട്ട് പിന്നെ എടുക്കത്തില്ല. പിന്നെ ഗ്രാഫുകൾ വരയ്ക്കാനുണ്ട്. ഇതിന് ഇപ്പൊ ലെൻസിന്, മിററിന് UV ഗ്രാഫ്, 1/u 1/u ഗ്രാഫ്, സിമ്പിൾ പെല്ലത്തിന് LT² ഗ്രാഫ്, അതുപോലെ തന്നെ ഓംസ് ലോയ്ക്കകത്ത് എല്ലാത്തിനകത്തും ഗ്രാഫാണ്. മിക്കവാറുള്ളതിനകത്ത് ഗ്രാഫ് ഉള്ളപ്പം ഗ്രാഫ് പലരും അങ്ങ് വിടും, ബാക്കിയുള്ള കാൽക്കുലേഷൻ ഒക്കെ ചെയ്യും. ഗ്രാഫ് വേണ്ട, ഗ്രാഫിനുള്ള മാർഗങ്ങൾ പോകുന്നേ പോട്ടെ. ഇങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിച്ച് വെക്കുക. എളുപ്പത്തിൽ 1, 2, 3 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഗ്രാഫിന് മിനിമം അല്ല അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. അന്നേരം ഒരു ഗ്രാഫ് വരയ്ക്കുക, ഓംസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കണം. ഓംസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രാഫിന് എത്ര ആക്സിസാ? 2 ആക്സിസാ. X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്. X ആക്സിസ് താഴെയും Y ആക്സിസ് മുകളിലായിട്ടുമാണ്. അന്നേരം നമ്മൾ VI ഗ്രാഫ് ആണെങ്കിൽ ഇപ്പം V along the X ആക്സിസ്, അത് ഏതെങ്കിലും രീതി കൊടുക്കാം, പക്ഷെ അതിനനുസരിച്ച് വേണം നിങ്ങൾ വരയ്ക്കാൻ. V along the X ആക്സിസ് ഒരു എക്സാമ്പിൾ ആണ്. I along the Y ആക്സിസ് അത് ആദ്യം കൊടുക്കുക. അതിന് തന്നെ മിനിമം മാർക്കുണ്ട്. പിന്നെ നിങ്ങളുടെ വാല്യൂ ഇപ്പം 0, 10, 11, 12, 13, 14 ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കുക, ഈക്വൽ ഡിവിഷൻ എടുക്കുക. പിന്നെ അത് ടെൻഷൻ വേണ്ട. 0, 2, 4, 6, 8, 10, 11, 12, 14 അങ്ങനെ എടുക്കുക. അങ്ങനെ X ആക്സിസും Y ആക്സിസും എടുക്കുക. ഇനി സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും 3 പോയിന്റ് കിട്ടണം. 3 പോയിന്റ് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. പിന്നെ സ്ലോപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 3 പോയിന്റ്. ഇപ്പൊ നമ്മളൊരു 6 റീഡിംഗ് ഒക്കെ എടുത്താൽ 3 പോയിന്റ് കിട്ടാൻ വലിയ കുഴപ്പമില്ല. 3 പോയിന്റ് ചേർത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതാണ്, എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്. നമ്മുടെ വീഡിയോയ്ക്കത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ X ആക്സിസും Y ആക്സിസും വരയ്ക്കാൻ എല്ലാവർക്കും പറ്റും. X ആക്സിനും Y ആക്സിനും എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ U along the X axis and V along the Y axis, അതാണ് UV ഗ്രാഫ്. പിന്നെ പോയിന്റ്സ് അടയാളപ്പെടുത്താൻ ഒരു പ്രശ്നങ്ങളുമില്ല. പോയിന്റ്സ് സിമ്പിൾ ആയിട്ട് അടയാളപ്പെടുത്തി നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ആ ഷേപ്പ് പ്രത്യേകമായിട്ട് വരയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഗ്രാഫിന് പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടും. അന്നേരം ഗ്രാഫുകളെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യത ഇനിയുണ്ടോ? ഇല്ല. അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. ബാക്കി നമ്മുടെ വീഡിയോസിനകത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഗ്രാഫുകളും എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ ഓവർ ഗിവ് അപ്പ്.